അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബെസ്റ്റി കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ബെസ്റ്റി? ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു. പല ലിങ്കുകളും പരതി, പല യൂട്യൂബ് ലിങ്കിലൂടെയും പോയി, സോഷ്യൽ മീഡിയ പരതി. വളരെ ലളിതമാണ് ഉത്തരം. കേംബ്രിഡ്ജ് ഡിക്ഷണറി അനുസരിച്ച് സംവൺസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആത്മസുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് മാത്രമാണ് ബെസ്റ്റിക്ക് അർത്ഥമുള്ളൂ. ഇന്നത്തെ ആളുകൾ ആ വാക്കിനെ വിവിധ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അങ്ങനെ കേൾക്കുന്നത്. 2K പിള്ളേരുടെ കണ്ടുപിടുത്തം എന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ എഴുതിയത് കണ്ടു. വിചിത്രമായൊരു വാക്കാണല്ലേ ബെസ്റ്റി. ഫ്രണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലവർ അല്ലെങ്കിൽ സ്നേഹിതൻ, സ്നേഹിത എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബെസ്റ്റി ഒരു പുതിയ വാക്കായിരിക്കും ഒരു പക്ഷേ എൻ്റെ ഈ ചാനൽ കാണുന്ന സാധാരണക്കാരായ ആളുകൾക്ക്. പല ടേമുകളും നമ്മുടെ മക്കൾക്കിടയിലുണ്ട്. നമ്മളറിയാത്ത പലതും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ലവറിന് കീഴെ വരും, എന്നാൽ ഒരു ഫ്രണ്ടിന് മേലെയും നിൽക്കും. ഒരു ആത്മസുഹൃത്ത്, എന്തും തുറന്ന് പറയാൻ കഴിയുന്ന, എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന. എന്തിനേറെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാസമുറയെക്കുറിച്ച് പോലും, അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന മെൻസസ് പീരീഡിനെ കുറിച്ചും അതിൻ്റെ ആശങ്കകളെക്കുറിച്ച് പോലും ആധുനിക യുവത്വം തുറന്ന് പറയാൻ ബെസ്റ്റിമാരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. എന്തും തുറന്ന് പറയാം, എങ്ങനെയും സംസാരിക്കാം. വളരെ ആത്മ സുഹൃത്തായിട്ട് ഒരു പക്ഷേ ബെസ്റ്റി നാളെ അയാളുടെ ഒരു ലവറായി മാറാം, അല്ലേ? ഒരു പ്രണയിനിയായി മാറാം, അല്ലെങ്കിൽ ഒരു പ്രണയിതാവായി മാറാൻ കഴിയും. അങ്ങനെ അത്രത്തോളം അടുപ്പമുള്ള ആളുകൾ, അതാണ് ബെസ്റ്റി എന്ന വാക്കുകൊണ്ട് ആധുനിക കുട്ടികളൊക്കെ ഉദ്ദേശിക്കുന്നത്. 2 തരം വിലയിരുത്തലുകൾ ഈ ബെസ്റ്റിമാരെ കുറിച്ചുണ്ട്. ഒന്ന്, കാമുകന്മാർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഇവരൊരു പ്രശ്നക്കാരാണ്, ഒരു പാരവെപ്പുകാരായിരിക്കും എന്ന നിലയിൽ ഒരു സമയത്ത് അവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആവശ്യമില്ല, അത് ഭയങ്കര വൃത്തികേടാണ് എന്ന് പറയുന്ന കുട്ടികളെ തന്നെ കാണാമായിരുന്നു. മറ്റൊന്ന് പറയുന്ന ബെസ്റ്റി എന്ന വാക്ക് എനിക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അത് ഒരു പെണ്ണിന്, ഒരു പുരുഷനാണ്, ഒരു യുവാവാണ് ബെസ്റ്റി എങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയാണ് ബെസ്റ്റി എങ്കിൽ കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വ ബോധം, ഒരു ബ്രദർലി അഫെക്ഷൻ, ഒരു സാഹോദര്യ ബന്ധം കൂടി അവിടെ ഉണ്ടാകും. അത് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു എന്ന് ചെറുപ്പക്കാർ പറയുന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയൊരു അപകടത്തിൻ്റെ അതിർവരമ്പാണ്. നമ്മളൊരു നൂലിഴ വ്യത്യാസത്തിലുള്ള അപകടം എന്ന് പറയാറില്ലേ, ഒരു നൂലിഴ മാത്രം. ഇന്നത്തെ ആധുനിക യുവത എങ്ങനെയാണ്? ഒരാണും പെണ്ണും സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് പറയും, പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താണ് കുഴപ്പമെന്ന് പറയും. ഇതെന്താ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ യാതൊരു മടിയുമില്ല. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മടി, അവളോട് സ്നേഹം പറയാൻ മടി, പ്രണയം പറയാൻ മടി. അവർ ഒളിപ്പിച്ചു വെച്ച പ്രണയങ്ങൾ, പറയാതെ പോയ പ്രണയങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നൊരു നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് കുത്തിക്കൊണ്ട് സമ്മതം ഒരു ഇമോജിയിലൂടെ അറിയിക്കുന്ന, സ്നേഹം പങ്കിടുന്ന, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇവിടെ അതിർവരമ്പ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്, വളരെ ചെറുതാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ആഭാസകരമായി മാറുകയാണ്, വലിയൊരു ആഭാസമായി മാറുകയാണ്. നമ്മൾ കണ്ടല്ലോ, മലപ്പുറത്ത് SSLC വിദ്യാർത്ഥിനിയാണ് ഗർഭം ധരിച്ചത്. 25കാരനായ ചെറുപ്പക്കാരൻ്റെ ഗർഭം. എടുത്ത സമയത്ത് 2 ദിവസം മുമ്പാണ് ആ വാർത്ത മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. 2 ദിവസം മുമ്പാണ്, കൂടുതലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ SSLCക്ക് പഠിക്കുന്ന കുട്ടികളായാലും അതിലും ചെറിയ കുട്ടികളായാലും, പണ്ട് കണ്ണൂർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സഹപ്രവർത്തകയിൽ നിന്ന്, സഹപാഠിയിൽ നിന്ന് ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ കഥ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബെസ്റ്റിയെ ആഘോഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ സുരക്ഷിതരായി നമ്മൾ വളർത്താം, അത് മാത്രമേ മാർഗമുള്ളൂ. ആരാണ് അവിടെ ആത്മസുഹൃത്തുക്കളെന്ന് പരിശോധിക്കുക. അതാണാണോ പെണ്ണാണോ, ഏത് അതിർത്തി വരെ പോകുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതിനൊക്കെ ഒരു തടയിടുക, ഒരു മറയിടുക, അതിൽ നിന്നൊക്കെ കുട്ടികളെ പിന്തിരിപ്പിക്കുക. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.